guys, welcome to Varana Race Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. നമ്മൾ ഇന്ന് SSC റെയിൽവേ റീസണിങ്ങിലെ ഒരു ലിമിറ്റ് ബ്രേക്ക് സീരീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ലിമിറ്റ് ബ്രേക്ക് സീരീസ്. സോ അതിൽ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് പോയിട്ടുള്ളത് ബ്ലഡ് റിലേഷനും അതേപോലെ തന്നെ കോഡിംഗ് ഡീകോഡിങ്ങുമാണ്. സോ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ആ ഒരു കണ്ടിന്യൂഷനായിട്ട് പോകുന്നത്. സോ ഇത്രയും നാൾ വന്നിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ പോകുന്നത്. നമുക്കറിയാം ഇനി വരുന്ന എക്സാംസുകൾ ALPയുടെ എക്സാം വരുന്നുണ്ട്, അതേപോലെ തന്നെ സെലക്ഷൻ ഫേസ് എക്സാംസ് വരുന്നുണ്ട്. ദെൻ CGL CHSL ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ഇത്രയും നാൾ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ പോകുന്നത്. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ബ്ലഡ് റിലേഷനിൽ വന്നിട്ടുള്ള ഇതാണ്. കോഡഡ് ബ്ലഡ് റിലേഷൻ എന്നാണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ CGL 2021 വന്നിട്ടുള്ളതാണ് അല്ലേ. സോ ഇത് കോഡ് ചെയ്ത് വന്നേക്കുന്നതാണ്. ദാറ്റ് ഈസ് SSC CGL 2021 ഷിഫ്റ്റ് 3 വന്നിട്ടുള്ളതാണ് 2022. സോ 21 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കുവാണെങ്കിൽ ഹാഷ് എന്ന് പറയുന്നത് അല്ലേ, ഹാഷ് കോഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, ബ്രദറുമായിട്ടാണ്. ദെൻ അറ്റെന്ന് പറയുന്ന കോഡ് ചെയ്തേക്കുന്നത് ഡോട്ടറാണ്. ആൻഡ് എന്ന് പറയുന്ന കോഡ് ചെയ്തേക്കുന്നത് എന്താണ്, ഹസ്ബൻഡ് ആണ്. ആൻഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വൈഫ് എന്നാണ് അല്ലേ കോഡ് ചെയ്തേക്കുന്നത്. സോ ഹാഷ് എന്ന് പറയുന്ന ബ്രദർ, അറ്റെന്ന് പറയുന്ന ഡോട്ടർ, ആൻഡ് ഹസ്ബൻഡ്, ആൻഡ് പെർസെൻറ്റേജ് എന്താണ്, വൈഫ് എന്നാണ് കോഡ് ചെയ്തേക്കുന്നത്. സോ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്, W പെർസെൻറ്റേജ് D ഹാഷ് G അറ്റ് B ആൻഡ് M അറ്റ് I, ആ ഒരു ഇതാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കിത് ചെയ്തു നോക്കാം. W പെർസെൻറ്റേജ് D അല്ലേ. സോ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്തിനെയാണ്, വൈഫ് എന്നാണ് സൂചിപ്പിക്കുന്നത്. സോ W എന്ന് പറയുന്നത് ഡിയുടെ വൈഫാണ്. ദെൻ ഹാഷ് എന്ന് പറയുന്നത് എന്താണ്, ബ്രദർ എന്നാണ്. സോ ഡിയുടെ ബ്രദറാണ് G എന്ന് പറയുന്നത് അല്ലേ. ദെൻ G അറ്റ് B, G അറ്റ് B എന്ന് പറഞ്ഞാൽ G ഈസ് ദ ഡോട്ടർ ഓഫ് ആരാണ്, ബിയുടെ ഡോട്ടറാണ് G എന്ന് പറയുന്നത്. ഇനി B ആൻഡ് M, ആൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഹസ്ബൻഡ് എന്നാണ്. സോ ബിയുടെ ഇതും കിട്ടി, പ്ലസ് ആണ്, ബി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ആരാണ്, M. ഇനി M അറ്റ് I എന്നാണ് അല്ലേ. M അറ്റ് I എന്ന് പറയുന്നത്, അറ്റ് എന്ന് പറയുന്നത് ഡോട്ടർ എന്നാണ്. സോ മൈനസ് ഡോട്ടർ എന്ന് പറയുമ്പോൾ I എന്നാണ് വരുന്നത് അല്ലേ. എന്നാൽ ഡിയും എമ്മും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഡിയും എമ്മും തമ്മിലുള്ള നോക്കുവാണെങ്കിൽ ഒരു ജനറേഷൻ ഗ്യാപ്പാണുള്ളത്. ആൻഡ് ഡി എന്ന് പറയുന്നത് എമ്മിൻ്റെ ആരാണ്, സണ്ണായിട്ട് വരും അല്ലേ. എമ്മിൻ്റെ സണ്ണാണ് ഡി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി സണ്ണാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, സണ്ണാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് SCGD 2022 ഷിഫ്റ്റ് 1 10 Jan 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു എന്താണിത്, ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. സോ ടേബിൾ എന്ന് പറയുന്നത് കോഡ് ചെയ്തേക്കുന്നത് എന്താണ്, FNEY എന്നാണ്. ക്രൗൺ എന്ന് പറഞ്ഞ കോഡ് ചെയ്തേക്കുന്നത് OYRVH. ബ്യൂട്ടി എന്ന് പറഞ്ഞ കോഡ് ചെയ്തേക്കുന്നത് എന്തെന്നാണ്. സോ നിങ്ങൾക്കൊരു ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ടേബിൾ എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് എന്താണ്, FNEY എന്നാണ്. നോക്കുമ്പം ടേബിളിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 20, 1, 2, 12 ആൻഡ് 5 പൊസിഷണൽ വാല്യൂസ് ഞാൻ എഴുതി. സോ പൊസിഷണൽ വാല്യൂസ് എഴുതിയപ്പോൾ ഇവിടെ തമ്മിൽ റിലേഷൻ ഒന്നും തോന്നുന്നില്ല. പക്ഷെ നോക്കുമ്പോൾ ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും തമ്മിൽ അല്ലേ, ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും തമ്മിൽ ഒരു 5ൻ്റെ വ്യത്യാസമാണുള്ളത്. +5 ആണല്ലേ വ്യത്യാസം. അടുത്ത രണ്ടാമത് നോക്കിയപ്പം സെക്കൻഡ് ഡിജിറ്റും എന്താണ്, സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റും തമ്മിൽ ഒരു എത്രയാണ്, 4ൻ്റെ വ്യത്യാസമാണുള്ളത്. സോ അടുത്ത നോക്കിയപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒരു 3 വ്യത്യാസമാണ്. പിന്നെ അടുത്തത് എത്രയാണ്, 2 വ്യത്യാസം. ആൻഡ് ഇവിടെ ഒരു വ്യത്യാസം. സോ ഈ 5 എന്ന് പറയുന്നൊരു റാൻഡം ആണോ എന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുമ്പോൾ ഇവിടെ സിയും എച്ചും തമ്മിൽ +6 ആണ് വ്യത്യാസം അല്ലേ. അടുത്തത് വീണ്ടും +5,
ദെൻ അടുത്തത് +4 അങ്ങനെയാണ് വന്നേക്കുന്നത്. സോ ഈ ഇതെന്ന് പറഞ്ഞാൽ +6 എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്പർ ഓഫ് എത്ര നമ്പർ ഉണ്ടെന്നാണ് നോക്കുന്നത്. സോ അപ്പോൾ ബ്യൂട്ടി എങ്ങനെ ആയിരിക്കും കോഡ് ചെയ്തേക്കുന്നത്? BEAUTY അല്ലേ? ബ്യൂട്ടി എന്ന് പറയുന്ന കോഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് 2, ഇത് 5, ദെൻ 1, 21, 20 ആൻഡ് എത്രയാണ് 25 എന്നാണ് വന്നേക്കുന്നത്. സോ ഇത് കോഡ് ചെയ്ത് വരുമ്പോൾ ഇവിടെ 6 സംഖ്യകളുണ്ടല്ലേ. സോ 6 സംഖ്യകൾ ഉണ്ടായതുകൊണ്ട് ഏറ്റവും അവസാനം 2 + 6, അപ്പം 8 ആയിരിക്കും ലാസ്റ്റ് വരുന്ന ഇതെന്ന് പറയുന്നത്. സോ 8 വരുന്ന ഓപ്ഷൻസ് നോക്കുക, ഈ 2 ഓപ്ഷൻസേ 8 ഉള്ളൂ. സോ ലാസ്റ്റിൽ എന്തായിരിക്കും? 8 ആയിരിക്കും അല്ലേ. 2 + 6 ആണ് വരുന്നത്. അടുത്തത് 5 + അടുത്ത എത്രയാണ്? 5 ആണ് വരുന്നത് എന്ന് വെച്ചാൽ 10 അല്ലേ. 10 വരും. ആദ്യമേ 8 ദെൻ 10 H ദെൻ J വന്നു അല്ലേ. സോ ലാസ്റ്റ് ഓപ്ഷനിൽ JH, അത് രണ്ടെണ്ണത്തിലും സിമിലർ തന്നെയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് നോക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റിലാകുമ്പോൾ എന്താണ് 1 അല്ലേ ആഡ് ചെയ്യേണ്ടത് അല്ലേ. സോ 1 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 25ൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുമ്പോൾ എത്ര നമുക്ക് വരുന്നത്? 26 ആണ് വരുന്നതെന്ന് വെച്ചാൽ Z ആണ് സംഖ്യ. സോ Z ഫസ്റ്റ് വരുന്നതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ C ആണ് കറക്റ്റ്. നമുക്ക് ലാസ്റ്റും ഫസ്റ്റും മാത്രം ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. സോ ഇതിലെ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ. സോ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണല്ലേ. ZVXCJH എന്നാണ്. എന്ന് വെച്ചാൽ ഓരോ നമ്പേഴ്സിൻ്റെ കൂടെയും ഇവിടെ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? ഇവിടെ +6ഉം ലാസ്റ്റിലൊരു +1ഉം ആണ് ആഡ് ചെയ്യേണ്ടത്. സോ ഇസഡും എച്ചും വരും. ഇസഡും എച്ചും വരും. സോ ഈ ഇസഡും എച്ചും വരുന്ന ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓപ്ഷൻ C ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ലുക്കിംഗ് അറ്റ് ദ പിക്ചർ ഓഫ് സൗരജ്, മിസ്റ്റർ ഗൗരവ് സെഡ് ഹീ ഈസ് ദ സൺ ഓഫ് മൈ പെറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഒൺലി സൺ അല്ലേ. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കൊരു കുറച്ച് സമയം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് ഗൗരവ് എന്ന് പറയുന്നത്, അപ്പോൾ ഒരു പിക്ചർ ലുക്കിംഗ് അറ്റ് ദ പിക്ചർ ഓഫ് സൂരജ് ആണ് പറഞ്ഞേക്കുന്നത് മിസ്റ്റർ ഗൗരവ്. സോക്കി സൂരജിൻ്റെ പിക്ചറിലോട്ട് നോക്കി ഗൗരവ് പറഞ്ഞേക്കുവാണ് ഹീ ഈസ് ദ സൺ ഓഫ് മൈ പെറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ അല്ലേ. സോ അപ്പോൾ എന്ത് ചെയ്യുക? പെറ്റേണൽ ഗ്രാൻഡ് ഫാദറിനെ ആദ്യമേ ഇതാക്കുക. മൈ കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്കറിയാം. ഈ ഒരു ബ്ലഡ് റിലേഷനിൽ മൈ കഴിഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ്ലി ചെയ്യേണ്ടത്. സോ മൈ കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൈ പെറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ. സോ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് വെച്ചാൽ അച്ഛൻ എന്നാണ് ആ അർത്ഥം. സോ ഇപ്പോൾ ഗൗരവാണ് ഇവിടെ വരുന്നതെങ്കിൽ ഗൗരവിൻ്റെ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ അല്ലേ. സോ അച്ഛൻ്റെയും അച്ഛൻ വന്നു. ഫാദറാണ് ഗൗരവിൻ്റെ, ദെൻ ഫാദറിൻ്റെയും ഫാദർ ആയിരിക്കും വരുന്നത് അല്ലേ. ഇനി ഫാദേഴ്സ് ഒൺലി സൺ, വീണ്ടും എന്ത് വന്നു? ഫാദറിൻ്റെ അവിടോട്ട് വീണ്ടും വന്നേക്കും അല്ലേ. സോ ഫാദർ വന്നു. ഇനി എന്താണ്? ഇനി അടുത്ത നോക്കാം. ഹീ ഈസ് ദ സൺ ഓഫ് മൈ. അപ്പോൾ ഇനി ബാക്കിയുള്ള എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് മൈ കഴിഞ്ഞിട്ടുള്ളതാണ് ആദ്യമേ നോക്കേണ്ടത്. ഇനി നോക്കേണ്ടത് എന്താണ്? ഇനി തിരിച്ചു വരണം അല്ലേ. ഹീ ഈസ് ദ ഒൺലി സൺ, ഹീ ഈസ് ദ സൺ ഓഫ്. അപ്പോൾ പറഞ്ഞേക്കുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഫാദറിൻ്റെ ഈ ഒരു പൊസിഷനിലാണ്. സോ ഫാദറിൻ്റെ സൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഗൗരവും ആ ആൾ ആരാണ് അതെടുത്ത് വരുന്നത്? സൂരജും ആണല്ലേ. സോ സൂരജും ഗൗരവും എന്ന് പറയുന്നത് ആരായിട്ട് വരും? ബ്രദേഴ്സ് ആയിട്ട് വരും അല്ലേ. കാരണം ഫാദറിൻ്റെ സൺ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ബ്രദേഴ്സ് ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ ഡി, ബ്രദർ ആയിരിക്കും എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെറാൻഡ റേസ് ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എടുക്കുന്നുണ്ട്. സോ അത് ക്ലാസ്, സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, ഒരു മോക്ക് ഇൻ്റർവ്യൂ. ഈ ഒരു 6 ലെവൽസിലൂടെയാണ് ഇവിടെയുള്ള ഓരോ ആസ്പിറൻസും കടന്നു പോകുന്നത്. സോ നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുമ്പോൾ ഇതും എന്താണ്? കോഡഡ് എന്ന് വെച്ചാൽ കോഡിംഗ് ഡീകോഡിങ്ങിൽ വരുന്നതാണ്. സോ അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് ഏതെന്ന് നോക്കുക. ഇത് CHSL 2023 2 ഓഗസ്റ്റ് 2023 ഷിഫ്റ്റ് 1 ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ടഫാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കിയപ്പോൾ ടോർച്ച് എന്ന് പറയുന്നത് 20, ദെൻ 15,
18 പിന്നെ എന്താണ് 3 ആൻഡ് 8 എന്നാണ് എടുക്കുന്നത്. അത് കോഡ് ചെയ്ത് വരുമ്പോൾ എനിക്കിത് 21, 14, 16, 19, 4 ആൻഡ് എത്രയാണ് 9 എന്ന് വരും അല്ലേ. സോ ഇതാണ് കോഡ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. സോ ഇവിടെ എന്താണ് ഇവിടുത്തെ ഓപ്പറേഷൻ ആണ്. ഇവിടെ 5 എണ്ണം കോഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര 6 സംഖ്യകൾ വന്നു, 6 ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. സോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താണ് +1 ആണല്ലേ, ഇവിടെ +1 ആണ്. ഇവിടെ നോക്കിയപ്പം 15 ആണ്. 15ൻ്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള 2 സംഖ്യകളാണ് തന്നേക്കുന്നത്. സോ ഒന്നെന്ന് പറയുന്നത് -1ഉം ഒന്ന് +1ഉം ആണല്ലേ. സോ ഒന്ന് -1 ആൻഡ് അടുത്തത് +1. വീണ്ടും വന്നേക്കുന്നത് എന്താണ് +1 ആണ് വന്നേക്കുന്നത്. ഇവിടെയും +1 ആൻഡ് ദിസ് ഈസ് ഓൾസോ +1. സോ ആദ്യത്തെ ഇതിൽ വരുന്നത് ബാക്കിയെല്ലാം രണ്ടാമത്തെ ടേം മാത്രം ഒരു -1ഉം ഒരു എന്താണ് ഒരു +1ഉം വരുന്നുണ്ട്. സോ ആ രീതിയിലാണെങ്കിൽ എന്താണ് മാർക്സ് എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നതാണ്. സോ മാർക്സ് എഴുതാം MARKS എന്നാണ്. സോ അത് വരുമ്പോൾ ഇത് 13, ഇത് 1, ഇത് എത്രയാണ് 18, 11 ആൻഡ് 19 ആണ് അല്ലേ വരുന്നത്. സോ ഇത് കോഡ് ചെയ്ത് വരുമ്പോൾ ഇതിവിടെ +1 ആണ്. അപ്പോൾ എനിക്ക് എത്രയാണ് 14 ആണ് വരുന്നത്. 14 എന്ന് പറഞ്ഞാൽ N ആണ് അല്ലേ. സോ N വരുന്ന ഓപ്ഷൻ ആയിരിക്കും അടുത്തത്. ഇതാണെങ്കിൽ 2 ആയി മാറും അല്ലേ. ഒന്ന് -1ഉം ഒന്ന് +1ഉം. സോ ഒന്ന് ഇസഡും വരും എന്താണ് പിന്നെ വരുന്നത് എന്താണ് ബിയും വരും അല്ലേ. ഇസഡും ബിയും വന്നു. സോ NZB എന്ന് വരുന്ന ഓപ്ഷൻ A ആയിരിക്കും. ഇവിടെ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ NZB എന്ന് പറയുന്ന ഓപ്ഷൻ A ആയിരിക്കും ഇതിവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും വരുന്നത് എന്താണ് കോഡിംഗ് ഡീകോഡിംഗ് എന്നാണ്. CHSL 2023 ഷിഫ്റ്റ് 1 തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. സോ അത് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് CHSL തന്നെ എത്ര കോഡിംഗ് ഡീകോഡിംഗ് ചോദിച്ചിട്ടുണ്ടെന്ന്. സോ ഇത് നോക്കുമ്പം XMT അല്ലേ. XMT എന്ന് പറയുന്നത് ENALOH ആൻഡ് SPO എന്താണ് അല്ലേ പോയേക്കുന്നത്. സോ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇതിൻ്റെ നമ്പേഴ്സ് പോസ്റ്റൽ വാല്യൂസ് എഴുതിയപ്പോൾ ഇത് 24, 13, 20, 5, 14, 1, 10, 12, 15, 8, 19, 16, 15 ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. സോ ഞാനിതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റുകൾ മാത്രം എടുത്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് എടുത്ത് നോക്കുമ്പോൾ നോക്കി. സോ ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുമ്പോൾ ഈ 24ഉം എത്രയാണ് 14ഉം തമ്മിലാണ് അല്ലേ. സോ 24ഉം 14ഉം തമ്മിൽ എത്ര വ്യത്യാസമാണ് 7 വ്യത്യാസമാണ് വരുന്നത്. ഓക്കെ എന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ 14 + 7 എന്ന് പറയുന്നത് എത്രയാണ് 20 അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി 24 - 14 എത്രയാണ് വരുന്നത്. സോ ആ ഒരു രീതിയിലാണ് 24ഉം ദെൻ 14ഉം ആ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. സോ ഇത് നോക്കുവാണെങ്കിൽ സോറി 14 അല്ല 5 ആണ് അല്ലേ. സോ 24ഉം 5ഉം ഫസ്റ്റ് നമ്പർ 5 ആണ്. സോ 24ഉം 5ഉം തമ്മിൽ സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 7 വ്യത്യാസമാണ് വന്നേക്കുന്നത് അല്ലേ. സോ നോക്കി 24 + 5 എന്ന് 7 എന്ന് പറയുന്നത് എത്രയാണ് 31 ആണ്. നമുക്കപ്പോൾ 31 എന്ന് പറയുന്നത് 26 - 31 - 26 എടുത്താൽ മതി. അപ്പോൾ എനിക്ക് എത്ര വന്നു 5 വന്നു. സോ 5 എന്ന് പറയുന്നത് ഇയുടെ പോസ്റ്റൽ വാല്യൂസ് ആണ്. സോ 5 എന്ന് പറയുന്നത് ഇയുടെ പോസ്റ്റൽ വാല്യൂ ആയതുകൊണ്ട് ഇവിടെ ഒരു 7 ആണല്ലേ 7 ആണ്. സോ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് +7 ആണ് അല്ലേ. ഇനി അടുത്ത രണ്ടാമത്തേത് നോക്കുമ്പോൾ ഇവിടെ എത്രയാണ് ഒരു +1 ആണ് വ്യത്യാസം വന്നേക്കുന്നത് അല്ലേ. അടുത്തത് നോക്കുവാണെങ്കിൽ ടിയും എത്രയാണ് എയും തമ്മിൽ നോക്കുവാണെങ്കിൽ ടിയും എയും തമ്മിൽ നോക്കുവാണെങ്കിൽ അവിടെ എത്രയാണ് വന്നേക്കുന്നത് 20ഉം 1ഉമാണ് വന്നേക്കുന്നത്. സോ അവിടെയും ഒരു +7 വ്യത്യാസമാണ്. കാരണം 27 എന്ന് പറയുന്നത് 1 ആണ്. 26 അല്ലെങ്കിൽ നമ്മൾക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാം 27 - 26 ചെയ്താൽ മതി അല്ലേ. 1 ആണ് അവിടുത്തെ വരുന്ന പോസ്റ്റൽ വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അടുത്തതും അതേപോലെ തന്നെയാണ്. ഇവിടെയും 7 ആഡ് ചെയ്തേക്കുവാണ്, ഇവിടെയും 7 ആഡ് ചെയ്തേക്കുവാണ്. സോ അടുത്ത എന്താണ് 19ൻ്റെ കൂടെ 7 ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്ര വരുന്നത് 19നോട് 7 ആഡ് ചെയ്താൽ എനിക്ക് 26 ആണ് വരുന്നത്. സോ ഇസഡ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആ തുടക്കത്തിലെ നമ്പർ. അടുത്ത വരുന്നത് എന്താണ് പിയുടെ കൂടെ 1 ആഡ് ചെയ്യണം അല്ലേ. സോ പിയുടെ കൂടെ 1 ആഡ് ചെയ്യുന്നത് വെച്ചാൽ 16 + 1 അപ്പോൾ എത്രയാണ് വരുന്നത് 17 വരും. സോ 17 എന്ന് പറഞ്ഞാൽ Q ആണല്ലേ. ZQ വരുന്ന എത്ര എണ്ണം ഉണ്ട് 2 എണ്ണം ഉണ്ട്. സോ ലാസ്റ്റും കൂടെ നോക്കുക H ആണ് വരുന്നത്. സോറി ലാസ്റ്റിൽ ഇവിടെ O ആണ് വരുന്നത്. സോ ഓയുടെ കൂടെ വീണ്ടും എത്രയാണ് ഒരു 7 കൂട്ടണം. ദാറ്റ് ഈസ് 15 + 7 അല്ലേ. സോ അപ്പോൾ വരുന്നത് 22 ആണ്. 22 എന്ന് പറയുന്നത് V ആണ്. സോ ZQV എന്ന് പറയുന്നത്
ഓപ്ഷൻ സി ZQV ആണ് എന്ത് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ZQV ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാഷ്, ഇതൊരു ബ്ലഡ് റിലേഷനിൽ വരുന്നതാണ്. CGL 2021 ടയർ 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഹാഷ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? സിസ്റ്ററിനെയാണ് അല്ലേ. സോ സിസ്റ്ററിനെയാണ് ഹാഷ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫാദറിനെ, ഡോളറാണ്. അറ്റ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൈഫ്, ആൻഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബ്രദറിനെയാണ് അല്ലേ. സോ ഇനി ചോദിച്ചേക്കുന്നത് ഇതിലേത് ഫോളോയിങ്ങിലാണ് ജെ ഈസ് ദ ഫാദർ ഓഫ് ആർ എന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ. ജെ ഈസ് ദ ഫാദർ ഓഫ് ആർ എന്ന് ചോദിച്ചേക്കുന്നത് ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തേത് നോക്കുമ്പോൾ സി അറ്റ് ജെ, അറ്റ് എന്ന് പറയുന്നത് ഫാദർ വന്നു, അപ്പോൾ സി എന്ന് പറയുന്നത് ഫാദർ ഓഫ് ജെ ആണ്. ജെ പെർസെൻറ്റേജ് വരുമ്പോൾ ഇവിടെ ബ്രദർ തന്നെയാണ്, അപ്പം ജെയുടെ ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കെ, ഇത് ബ്രദർ ഓഫ് കെ. ആഷ് എന്ന് പറയുമ്പോൾ വീണ്ടും ഫാദർ വന്നു, കെ ഈസ് ദ ഫാദർ ഓഫ് എന്താണ് എം എന്ന് പറഞ്ഞു വന്നു. എം ഹാഷ് എന്ന് പറയുമ്പോൾ സിസ്റ്റർ ഓഫ് ആർ. ഇവിടെ ഒരിക്കലും എന്താണ് കെ എന്ന് ജെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫാദറായിട്ട് വരത്തില്ല. സോ ആദ്യത്തെ ഓപ്ഷൻ അല്ല. നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് ചെയ്ത് നോക്കാം അല്ലേ. സോ ചെയ്ത് നോക്കുവാണെങ്കിൽ അടുത്ത് നോക്കുവാണെങ്കിൽ സി അറ്റ് ജെ അല്ലേ. സോ സി അറ്റ് ജെ എന്ന് പറയുന്നത് അറ്റിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? വൈഫ്, അറ്റ് വൈഫ് എന്നാണ്. ദെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ബ്രദർ, ഹാഷ് എന്ന് പറയുന്നത് സിസ്റ്റർ, ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഫാദർ എന്നാണ്. സോ അവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ആൻഡ് വരുന്നുണ്ട്. സോ അത് വെച്ച് നോക്കാം. സി അറ്റ് ജെ എന്ന് പറയുന്നത് സി ഈസ് ദ വൈഫ് ഓഫ് ജെ എന്നാണ്. സോ സി ഈസ് ദ വൈഫ് ഓഫ് ജെ. പോസിറ്റീവായിട്ട് കിട്ടി. സോ ജെയുടെ ഇത് പോസിറ്റീവായിട്ട് കിട്ടി, അല്ലെങ്കിൽ മെയിലായിട്ട് കിട്ടി. ഇനി ജെ ആൻഡ് കെ എന്ന് പറയുന്നത് ജെ ഇസ് ദ ഫാദർ ഓഫ് കെ എന്നാണ് അല്ലേ. സോ ജെ ഇസ് ദ ഫാദർ ഓഫ് കെയുടെ ഫാദറാണ് ജെ എന്ന് പറയുന്നത്. ഇനി കെ എന്താണ്? കെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ബ്രദർ എന്നാണ്. കെ ഇസ് ദ ബ്രദർ ഓഫ് എന്താണ്? എമ്മിൻ്റെ ബ്രദറാണ്. ദെൻ ഹാഷ് എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും സിസ്റ്റർ എന്നാണ്. സോ എം ഈസ് ദ സിസ്റ്റർ ഓഫ് ആർ അല്ലേ. എം ഈസ് ദ സിസ്റ്റർ ഓഫ് ആർ. സോ അവർ മൂന്നുപേരും ഒരു ജനറേഷനിലായിരിക്കും. നമ്മളോട് ചോദിച്ചേക്കുന്നത് ജെ ഈസ് ദ ഫാദർ ഓഫ് ആർ എന്ന് പറഞ്ഞു വരുന്നതാണ്. സോ ഇവിടെ നോക്കുമ്പോൾ ആറിൻ്റെ ഫാദർ അല്ലേ ജെ എന്ന് പറയുന്നത്, പോസിറ്റീവ് സൈൻ ആണെന്ന് വെച്ചാൽ മെയിലാണ് ജെ എന്ന് പറയുന്നത്. സോ അതിൽ ഫാദർ തന്നെയാണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമ്മൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമേ ജെയുടെ ജെൻഡർ മെയിൽ വരുന്നതല്ല മാത്രം നോക്കിയതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. അത് CGL 2021 ടയർ 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു പ്രീവിയസ് ഇയേഴ്സ് എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഇനിയുള്ള എക്സാംസിന്. കാരണം ഇനി NTPC അതൊക്കെ വരാൻ പോവുകയാണ്. 2017 ലാസ്റ്റ് RRB എക്സാംസ് എല്ലാം വിളിച്ചിട്ടുള്ളത്. സോ ഈ RRB എക്സാംസിനെല്ലാം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ റിവൈസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇതൊരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ CPOയിൽ വന്നിട്ടുള്ളതാണ്. ഉടനെ തന്നെ CPOയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. കാരണം ടെൻറ്റേറ്റീവ് കലണ്ടർ തന്നിട്ടുള്ള ഈ ഒരു മാസമാണ്. സോ CPOയുടെ നോട്ടിഫിക്കേഷൻ വരുവാണെങ്കിൽ നമുക്ക് 50 ക്വസ്റ്റ്യൻസ് റീസണിങ്ങിൽ നിന്നുണ്ടാവും. 50 ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ്ങിൽ നിന്നുണ്ടാവുന്നത്. സോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് CPO എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ അഞ്ജലി ഈസ് ദ സിസ്റ്റർ ഓഫ് മുകേഷ് അല്ലേ. അഞ്ജലി ഈസ് ദ സിസ്റ്റർ ഓഫ് മുകേഷ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? നിഖിൽ ഹാസ് 2 children ആൻഡ് ഈസ് സൺ ഇൻ ലോ ഓഫ് അർച്ചന എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്കിത് മാർക്ക് ചെയ്യാം. അഞ്ജലി എന്ന് പറയുന്നത് സിസ്റ്റർ ഓഫ് മുകേഷ് അല്ലേ. സോ അഞ്ജലി ഈസ് സിസ്റ്റർ ഓഫ് മുകേഷിൻ്റെ സിസ്റ്ററാണ് അഞ്ജലി എന്ന് പറയുന്നത് അല്ലേ. അടുത്ത ഇനി പറഞ്ഞേക്കുന്നത് നിഖിൽ ഹാസ് 2 children. നിഖിലിന് 2 ചിൽഡ്രൻസ് ഉണ്ട്. സോ അത് മാർക്ക് ചെയ്യാം. നിഖിലിന് 2 ചിൽഡ്രൻസ് ഉണ്ട്. ചിൽഡ്രൻസ് ആൻഡ് ഈസ് ദ സൺ ഇൻ ലോ ഓഫ് അർച്ചന. അർച്ചനയുടെ സൺ ഇൻ ലോ ആണ് എന്ത് നിഖിൽ എന്ന് പറയുന്നത്. സോ അർച്ചന എന്ന് പറയുന്നത് ഇപ്പോൾ വേറൊരു പേരാണ് കിട്ടിയത്. അർച്ചനയുടെ മോളുടെ ഭർത്താവായിരിക്കും ആര്? നിഖിൽ എന്ന് പറയുന്നത് അല്ലേ. സോ നിഖിൽ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നത് അഞ്ജലി ഈസ് ദ മെറ്റേണൽ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് അർച്ചന. സോ അഞ്ജലിയും അർച്ചനയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ കിട്ടി. അഞ്ജലി എന്ന് പറയുന്നത് മെറ്റേണൽ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് അർച്ചന. അർച്ചനയുടെ മോളുടെ മെറ്റേണൽ എന്ന് പറയുന്ന അന്മ ആ ഒരു രീതിയിലാണ്. അഞ്ജലി ഈസ് ദ മെറ്റേണൽ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് അർച്ചനയാണ്. സോ മോളുടെ കുട്ടിയാണ് ആര്? അഞ്ജന എന്ന് പറയുന്നത് അല്ലേ. സോ അഞ്ജലി
മെറ്റേണൽ ഗ്രാൻഡ് ഡോട്ടർ ആണ്. സോ അവിടെ നിന്ന് നമുക്ക് മുകേഷിൻ്റെ ഇത് കിട്ടും. അഞ്ജലിയും മുകേഷും എന്താണ്, സിബ്ലിങ്സ് ആണ് അല്ലേ. ഓക്കെ, ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്, ദെൻ അർച്ചന ഹാസ് ഓൺലി വൺ ചൈൽഡ്, അർച്ചനയ്ക്ക് ഒരു ചൈൽഡ് മാത്രമേ ഉള്ളൂ. ദെൻ ഹൗ ഈസ് നിഖിൽസ് വൈഫ് റിലേറ്റഡ് ടു അർച്ചന, നിഖിലിൻ്റെ വൈഫ് അർച്ചനയുമായിട്ട്, അർച്ചനയ്ക്ക് ഒരു മോളെ ഉള്ളെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ എങ്ങനെയാണ് നിഖിലിൻ്റെ വൈഫ് അർച്ചനയുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ്, ഡോട്ടറാണ് അല്ലേ, അർച്ചനയുടെ ഡോട്ടർ അല്ലേ നിഖിലിൻ്റെ വൈഫ്, സോ ഡോട്ടറാണ്. അർച്ചനാസ് നിഖിൽസ് വൈഫ് റിലേറ്റഡ് ടു അർച്ചന എന്ന് പറയുന്നത് ഡോട്ടറിൻ്റെ ഇതിലാണ് അല്ലേ. സോ ഓപ്ഷൻ എ ഡോട്ടറാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ പോയിന്റിങ് ടു എ ഗേൾ, ഒരു ഫോട്ടോഗ്രാഫിൽ നോക്കുമ്പോൾ അമർ എന്ന് പറഞ്ഞേക്കുന്നത് ഹർ മദേഴ്സ് ബ്രദർ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദർ എന്നാണ് അല്ലേ. സോ ജസ്റ്റ് ഒരു കുറച്ച് സമയം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ആദ്യമേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ മൈ എവിടെയാണ് കിടക്കുന്നതെന്നാണ്. സോ മൈ എന്ന് പറയുന്ന പ്ലേസ് ഇവിടെയാണ്. സോ അത് കഴിഞ്ഞിട്ടുള്ളത് ചെയ്ത് നോക്കുക. മൈ മദേഴ്സ് ഫാദർ അല്ലേ, മൈ മദേഴ്സ് ഫാദർ. സോ ഒരു അമറാണ് പറയുന്നത്. സോ അമറിൻ്റെ എന്താണ്, അമറിൻ്റെ എന്താണ്, മദറിൻ്റെ ഫാദർ അല്ലേ. സോ മൈ മദേഴ്സ് ഫാദർ. സോ മൈ മദേഴ്സ് ഫാദർ എന്ന് പറയുന്നത് അത്രയായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റിൽ നിന്ന് വരിക. ഹർ മദേഴ്സ് ബ്രദർ ഈസ് ദ, ഹർ മദേഴ്സ് ബ്രദർ, അവളുടെ മദറിൻ്റെ ബ്രദർ. സോ അവളുടെ എന്താണ്, മദറിൻ്റെ ബ്രദർ. ഒൺലി സൺ ഓഫ്, ഒൺലി സൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അമറിൻ്റെ അമ്മയുടെ അച്ഛൻ, സോ അമറിൻ്റെ അപ്പൂപ്പൻ എന്ന് പറയുന്നത് ഒരു ബ്രദറേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു സണ്ണേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ അത് കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, അല്ലാതെ വേറൊരു രീതിയിലും വരച്ചുകൊണ്ടേ. സോ ഇവിടെ ആ ഒരു ഡിപ്പിക്ഷൻ വരാം. കാരണം ഇവിടെ വരുമ്പോൾ എന്താണ്, അമറിൻ്റെ ആണ്ടായിരിക്കും ആ ആൻറ്റി എന്ന് പറയുന്നത്. ഈ വൈ എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന പേഴ്സൺ എന്താവും, ഇവിടെ ആണ്ട് വരും. ഇനി നോക്കി, ബ്രദറിൻ്റെ ഒള്ളി സിസ്റ്റർ ആണെന്ന്, ഒരു സിസ്റ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. എന്ന് വെച്ചാൽ ഒള്ളി സൺ, ഒരു സണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രാൻഡ് ഫാദറിന് അല്ലെങ്കിൽ അമറിൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു സണ്ണ് മാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷേ എത്ര ഡോട്ടേഴ്സ് ഉണ്ടെന്നൊന്നും ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. സോ വേണമെങ്കിൽ ഇത് ആണ്ടുമാകാം, അതേപോലെ തന്നെ അമറിൻ്റെ അമ്മയായിക്കൂടെ. അപ്പം രണ്ട് കണ്ടീഷൻ ഇവിടെ വരുന്നുണ്ട്, രണ്ട് ഓർ കണ്ടീഷൻ വരുന്നുണ്ട്. സോ അതൊന്ന് വരച്ച് നോക്കാം. സോ ഇവിടെ വരയ്ക്കുന്നത് എങ്ങനെയാണ്, അമറിൻ്റെ മദർ, അമറിൻ്റെ മദറിൻ്റെ ഫാദർ. സോ അമറിൻ്റെ മദറിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ദെൻ അമറിൻ്റെ ഹർ ഓൺലി ബ്രദർ, ഈ ഒരു രീതിയിൽ വന്നൂടെ. സോ രണ്ട് കണ്ടീഷൻ വരാം, ഒന്ന് ആണ്ടായിട്ടും വരാം, രണ്ടാമത്തെ എന്താണ്, അമറിൻ്റെ മദറായിട്ടും വരാം ആ എക്സ് എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത്. സോ രണ്ട് കണ്ടീഷൻ വരാം. സോ സി ഓപ്ഷൻ ഓൺ അല്ലെങ്കിൽ എന്താണ്, മദർ എന്നാണ് ഇവിടെ വരുന്നത്. ഒന്നെങ്കിൽ ആണ്ടാകാം അല്ലെങ്കിൽ എന്താകാം, മദറാകാം എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു സെഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ SSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, CGL ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, CGL 2022 ചോദിച്ചിട്ടുള്ളതാണ്. സോ ആ ഇതിൽ വരുമ്പോൾ ഈ ഒരു ഇതിൽ എന്താണ്, കൗ എന്ന് പറയുന്ന കോഡ് ചെയ്തേക്കുന്നത് COW, കൗ എന്ന് പറയുന്ന കോഡ് ചെയ്തേക്കുന്നത് ZRF ആയിട്ടാണ്. എന്നാൽ ഡോഗ് എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് ഏതൊരു രീതിയിലാണ്, ഡോഗ് കോഡ് ചെയ്തേക്കുന്നത് JRGയിലാണ്. സോ റാറ്റ് കോഡ് ചെയ്തേക്കുന്ന ഏതിലാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ, റാറ്റ് എന്ന് പറയുന്ന കോഡ് ചെയ്തേക്കുന്ന ഏതിലാണെന്നാണ്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ, നമ്മൾ നമ്പേഴ്സ് ഇടുവാണെങ്കിൽ ഇത് 3, 15 and 23. ഇവിടെ നോക്കുമ്പോൾ ഇത് എത്രയാണ്, 26, 18, 6 ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ +3, ഇവിടെ വീണ്ടും +3 ആൻഡ് ദിസ് ഈസ് ഓൾസോ +3 എന്നാണ് വന്നേക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴും +3 ആണല്ലേ. സോ ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. സോ നമ്മൾ റാറ്റ് കോഡ് ചെയ്യുമ്പോഴും എങ്ങനെ ആയിരിക്കും, ഇവിടുന്ന് +3 ചെയ്യാം അല്ലേ. സോ +3 ചെയ്യുമ്പോൾ എത്രയാണ്, ഇത് 18 സോ ഇവിടെ വരുന്നത് 21 ആയിരിക്കും, ദാറ്റ് ഈസ് യു വരും. ദെൻ ഇവിടുന്ന് +3 ചെയ്യുമ്പോൾ എത്രയാണ്, 1 അപ്പോൾ ഇവിടെ എത്രയാണ്, 4 വരുന്നത്. 4 എന്ന് പറയുന്നത് എത്രയാണ്, D ആണ്. ദെൻ ഇവിടെ +3 20 20ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ എത്രയാണ്, 23 വരുന്നത്. 23 എന്ന് പറയുന്നത് എത്രയാണ്, W. സോ WDU എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആണ് ഇവിടെ
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമ്മുടെ ഇന്നത്തെ സീരീസ് എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷനും കോഡിങ് ഡീകോഡിങ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരുന്നു. സോ 5 ക്വസ്റ്റ്യൻ വീതമായിരുന്നു. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു 3 സെഷൻ കൊണ്ട് ഈ ഒരു ബ്ലഡ് റിലേഷൻ ആൻഡ് കോഡിങ് ഡീകോഡിങ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും നാൾ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs ആണ് ചോദിച്ചേക്കുന്നത്. ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ടെക്നിക്സും കിട്ടിക്കാണും. സോ ആ ടെക്നിക്സ് എല്ലാം വെച്ചിട്ട് ഇനി നിങ്ങൾക്ക് സ്പീഡ് കൂട്ടുകയാണ് നിങ്ങൾക്ക് വേണ്ടത്. സോ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. സോ പേസ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓരോ ഷിഫ്റ്റിലും നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇനി വരുന്ന എക്സാംസുകളെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.